നമസ്കാരം എല്ലാവർക്കും. കാർഡ്സ് ഓഫ് ഷിതയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളെ വഞ്ചിച്ച, നിങ്ങളെ വേദനിപ്പിച്ച, വളരെയധികം വേദനിപ്പിച്ച് നിങ്ങളെ ഒരു ജീവിതത്തിൽ വളരെ ദുഃഖത്തിലാഴ്ത്തിപ്പോയ ആ വ്യക്തിക്ക് കർമ്മ തിരിച്ചടിക്കുമോ, യൂണിവേഴ്സ് ആ വ്യക്തിക്ക് കർമ്മ കൊടുക്കുമോ എന്നുള്ള സ്പ്രെഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ സ്പ്രെഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതാണ്. ബോട്ടം ഓഫ് ദ ഡെക്ക് ജഡ്ജ്മെൻ്റാണ് കിട്ടിയിരിക്കുന്നത്. ജഡ്ജ്മെൻറ്റ് പറയുന്നത് നിങ്ങൾക്ക് നീതി ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതായത് ആ ഒരു കർമ്മ കൃത്യമായിട്ട് യൂണിവേഴ്സ് അവർക്ക് നൽകാനായിട്ട് തയ്യാറായിരിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അതിൻ്റെ കറക്റ്റ് സമയമായിട്ടുണ്ട്. ഇപ്പോൾ ഒന്നുകിൽ ആ വ്യക്തി ഇപ്പോൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അടുത്ത് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അത് ആ വ്യക്തി അനുഭവിക്കാനായിട്ട് പോകുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്, ജഡ്ജ്മെൻറ്റ് കാർഡ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു. നിങ്ങളെ ചതിക്കുകയും വേദനിപ്പിക്കുകയൊക്കെ ചെയ്ത് പോയിട്ടുള്ളൊരു വ്യക്തി, ആ വ്യക്തി ശരിക്കും കൃത്യമായിട്ട് ആ കർമ്മ അനുഭവിക്കാനായിട്ട് ഉള്ള സാഹചര്യം വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 5 ഓഫ് കപ്സ് ആണ്. ആ വ്യക്തി നഷ്ടപ്പെടലുകളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലടുത്ത് തന്നെ ആ വ്യക്തിക്ക് അങ്ങനെയുള്ളൊരു സാഹചര്യങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഇപ്പോൾ പ്രസൻറ്റിൽ ആ വ്യക്തി ചിലപ്പോൾ അങ്ങനെയായിരിക്കാം, അല്ലെങ്കിൽ നിയർ ഫ്യൂച്ചറിൽ ആ വ്യക്തിക്ക് അത് സംഭവിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒറ്റപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഏകനായി നിൽക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് പോകുന്നത്. സ്നേഹവും എല്ലാം നഷ്ടപ്പെട്ടിട്ട് ചെയ്ത കർമ്മയുടെ ഫലം ആ വ്യക്തി അനുഭവിക്കാനായിട്ട് പോകുന്നു എന്നാണ് പറയുന്നത്. ചാരിയറ്റ് കിട്ടിയിട്ടുണ്ട്. ചാരിയറ്റ് എന്ന് പറയുന്നത് ഒരു യോദ്ധാവിനെ പോലെ മുന്നോട്ട് പോകാൻ ആ വ്യക്തി ആഗ്രഹിക്കുകയും വിജയം ആഗ്രഹിക്കുകയൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ വ്യക്തിക്ക് ഒരു കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കാതെ, അതായത് ഒരു 2 വഴിയിലേക്ക് തിരിയുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ ഒരു ക്ലാരിറ്റി കിട്ടാതെ വരികയും മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ സാധിക്കാതെ എന്തെങ്കിലും പറഞ്ഞു വരുമ്പോൾ അവരുമായിട്ട് കോൺഫ്ലിക്റ്റ്, 5 ഓഫ് വാണ്ട് പറയുന്നത് ഒരു കോൺഫ്ലിക്റ്റ്, മറ്റുള്ളവരുമായിട്ട് ഏതെങ്കിലും രീതിയിൽ സംസാരിച്ചൊക്കെ വരുമ്പോൾ മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ സംഭവിക്കാത്തതിനാൽ അവരുമായിട്ട് കോൺഫ്ലിക്റ്റ്, വഴക്കുകൾ, കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാഹചര്യങ്ങളാണ് ആ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആ വ്യക്തിക്ക് നിങ്ങൾക്ക് ആ വ്യക്തി നൽകിയതിനേക്കാൾ വലിയൊരു ചതി അല്ലെങ്കിൽ വേദന ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നതാണ് 7 ഓഫ് സോഡ്സ് പറയുന്നത്. നല്ലൊരു രീതിയിൽ ആ വ്യക്തി നിങ്ങൾ അനുഭവിച്ച വേദനയുടെ ഇരട്ടിയിലധികം വേദന ആ വ്യക്തി അനുഭവിക്കാനായിട്ട് പോകുന്നു എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. 7 ഓഫ് സോഡ്സ് ചതിയുടെ കാർഡാണ്. ഏസ് ഓഫ് സോഡ്സ് ആ വ്യക്തി പുതിയ കാര്യങ്ങളെല്ലാം തുടങ്ങാനായിട്ട്, ലൈഫിൽ ഒരു പുതിയ കരിയറോ അല്ലെങ്കിൽ പുതിയ പ്രണയബന്ധമോ എന്തായാലും ആ വ്യക്തി പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ ആ വ്യക്തി അത് കൊണ്ടുപോകാനായിട്ട് മുന്നോട്ട് വരുമ്പോൾ, പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്, അത് തുടങ്ങാനായിട്ട് ആ വ്യക്തി മുന്നോട്ടിറങ്ങുമ്പോൾ ആ വ്യക്തിക്ക് ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കാത്ത ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. 2 ഓഫ് പെൻഡക്കിൾസ് ബാലൻസ് ചെയ്യാൻ ആ വ്യക്തി വളരെയധികം ബുദ്ധിമുട്ടുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനൊരു കാര്യങ്ങൾ ജീവിതത്തിൽ വളരെ നഷ്ടങ്ങളാണ് സംഭവിക്കുന്നത്. ബാലൻസ് ചെയ്യാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കാത്ത ഒരവസ്ഥയിലൂടെ പോയിട്ട് ഉറക്കം നഷ്ടപ്പെട്ട്, 9 ഓഫ് സോഡ്സ് പറയുന്ന ഉറക്കം നഷ്ടപ്പെട്ട് ആ വ്യക്തി രാത്രികാലങ്ങളിൽ പല കാര്യങ്ങളും ഓർത്ത് നഷ്ടപ്പെട്ട ആ വ്യക്തി ഉറക്കമില്ലാത്തൊരവസ്ഥയിലൂടെയാണ് പോകുന്നത്. പല കാര്യങ്ങളും ചെയ്തു പോയ പല കാര്യങ്ങളെക്കുറിച്ചിട്ടും ആ വ്യക്തി രാത്രികാലങ്ങളിൽ ചിന്തിക്കുകയും ആ ഉറക്കം നഷ്ടപ്പെടുകയും വേദനിക്കുകയും ചെയ്യുന്നുണ്ട്. ആ വ്യക്തി ഒറ്റപ്പെട്ട ഒരവസ്ഥയിലൂടെയാണ് പല കാര്യങ്ങളും പഠിക്കാൻ പോകുന്നത്. ആ വ്യക്തി ഇപ്പോൾ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹെർമിറ്റ് പറയുന്നത് അങ്ങനെയാണ്. എന്നാൽ ആ വ്യക്തി ചെയ്തു കൂട്ടിയ കാര്യങ്ങളെക്കുറിച്ചിട്ട് വളരെയധികം ചിന്തിക്കുന്നുണ്ട്. ആഴത്തിൽ ചിന്തിച്ചിട്ട് ഒരു അവബോധം ആ വ്യക്തി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ആ വ്യക്തി സ്വയം പഠിക്കാനായിട്ട് തയ്യാറായി സ്വയം പഠിക്കുന്നു. ഇപ്പോൾ ആ വ്യക്തിക്ക് ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, ഹാൻഡിൽ ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. കാരണം 10 ഓഫ് വാണ്ട്സ് അത് ഒരു ബർഡൻ മാതിരിയാണ്. ആ ഒരു ഭാരങ്ങളെ ശരിയായ രീതിയിൽ അയാൾക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നില്ല. ആ ഭാരങ്ങളെ യഥാർത്ഥമായ രീതിയിൽ വഹിച്ചു കൊണ്ടുപോകാനായിട്ട് കഴിയാത്ത ഒരവസ്ഥയിലൂടെ പോകുമ്പോൾ അടുത്ത കാർഡ് വന്നിരിക്കുന്നത് ദ ഡെവിളാണ്. ആ വ്യക്തി അഡിക്ഷനിലേക്ക്, പലതരത്തിലുള്ള അഡിക്ഷനിലേക്ക്, മോശപ്പെട്ട സാഹചര്യങ്ങളിലേക്കൊക്കെ എത്തിപ്പെടുന്നു എന്നാണ് പറയുന്നത്. ആ വ്യക്തി മറ്റുള്ള ദുശ്ശീലങ്ങളിലേക്ക് ആ വ്യക്തി എത്തുന്നു, പലവിധ ദുശ്ശീലങ്ങളിലേക്ക് ആ വ്യക്തി എത്തുന്നു. ആ വ്യക്തിക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ആ വ്യക്തി എത്തുന്നു. അടുത്ത കാർഡ് കിട്ടിക്കുന്നത് 8 ഓഫ് സോഡ്സ് ആണ്. ഈ 8 ഓഫ് സോഡ്സ്
ആ വ്യക്തി സ്വയം ഒരു ട്രാപ്പിലകപ്പെട്ട ഒരു അവസ്ഥയിലൂടെയാണ് പോകുന്നത്. ആ വ്യക്തി ഇപ്പോൾ വിചാരിക്കുന്നു ആ വ്യക്തി ചെയ്ത് വെച്ച കർമ്മത്തിൻ്റെ ആ കർമാസ് ശരിക്കും അനുഭവിക്കുന്നു, ഞാൻ ആ കർമ്മയ്ക്കുള്ളിലാണ്, എൻ്റെ ചെയ്തികളാണെന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ ആ വ്യക്തി ആ ഒരു ഇതിൽ ആ ഒരു വിഷമത്തിൽ ആ ഒരു ട്രാപ്പിൽ വിട്ടു, അല്ലെങ്കിൽ ഒരു ഇതിൽ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് പോകുന്നത്. കണ്ണും കൈയൊക്കെ കെട്ടിയിട്ട ഒരവസ്ഥയിൽ വളരെയധികം വേദനിച്ചിട്ടാണ് നിൽക്കുന്നത്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ വൻ ദുരന്തം സംഭവിക്കാനായിട്ട് പോകുന്നു എന്നാണ് പറയുന്നത്. ടവർ എന്ന് പറയുന്നത് വൻ ദുരന്തം ആ വ്യക്തിയുടെ മുകളിൽ നിന്നിട്ട് താഴേക്ക് പതിക്കുന്ന ആ ടവർ എന്ന കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ആ ഒരു വൻ ദുരന്തം ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു. ആ വ്യക്തിക്ക് വലിയൊരു ഇപ്പോഴുള്ള ഈ ഒരവസ്ഥയിൽ നിന്നിട്ട് ഇനിയും കൂടുതൽ ദുരന്തങ്ങളിലേക്ക് ആ വ്യക്തി വരാൻ പോകുന്നു. അതിനുശേഷം ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒരു നല്ല രീതിയിലുള്ള സ്നേഹം, ആ വ്യക്തിയുടെ മനസ്സിൽ ഒരു സ്നേഹം, ക്യൂൻ ഓഫ് കപ്പിൻ്റെ സ്നേഹമാണ് ആ വ്യക്തിയിലേക്ക് വരുന്നത്. കാരണം ആ വ്യക്തി മനസ്സിൽ കൊണ്ടു നടന്നിട്ടുള്ള വിദ്വേഷങ്ങളോ ചതിയോ പകയോ ഒക്കെ ആ വ്യക്തിക്ക് മനസ്സിലാവുകയും അത് മാറി ആ വ്യക്തിയുടെ ജീവിതത്തിലെ തകർച്ചയോടുകൂടി ആ വ്യക്തിയിൽ നല്ലൊരു സ്നേഹമുള്ള ഒരു വ്യക്തിയായിട്ട് പരിണമിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് ക്യൂൻ ഓഫ് കപ്സ് പറയുന്നത്. ആ വ്യക്തിയുടെ ആ തകർച്ചയും ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെയും പോയിട്ടും സ്വയം മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കുന്നതിലൂടെ ആ വ്യക്തി ഒരു പുതിയൊരു മനുഷ്യനായിട്ട്, അല്ലെങ്കിൽ പുതിയൊരു രീതിയിൽ സ്നേഹമുള്ള അനുകമ്പയുള്ള ഒരു വ്യക്തിയായിട്ട് മാറാൻ പോകുന്നു എന്നാണ് പറയുന്നത്. അടുത്ത കാർഡ് വന്നിരിക്കുന്നത് 9 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. സാമ്പത്തികമായിട്ട് ആ വ്യക്തി എങ്ങനെയൊക്കെ സ്വയം പര്യാപ്തത നേടാൻ ആഗ്രഹിച്ചാലും അത് നേടാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ആ വ്യക്തി പോകുന്നു എന്നാണ് പറയുന്നത്. എങ്ങനെയൊക്കെ സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പ്രയത്നിക്കുമ്പോഴും അതിലൊക്കെ ആ വ്യക്തിക്ക് വൻ തകർച്ചകൾ, വൻ ബുദ്ധിമുട്ടുകൾ ആ വ്യക്തിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കലും ആ വ്യക്തിക്ക് സ്വയം പര്യാപ്തത നേടാനോ മുന്നോട്ട് പോകാനോ സാധിക്കാത്ത ഒരവസ്ഥയിലൂടെ ആ വ്യക്തി പോകുമെന്നാണ് പറയുന്നത്. അടുത്ത കാർഡ് വന്നിരിക്കുന്നത് ദ വേൾഡ് ആണ്. പിന്നീട് ആ വ്യക്തി ഈ ലോകത്തെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ ഈ മറ്റുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ചിട്ട് പഠിക്കാനായിട്ട് തയ്യാറായിട്ട് ആ വ്യക്തിയുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ആ വ്യക്തി വരും എന്നാണ് പറയുന്നത്. ഒരു നന്മയിലേക്ക് ആ വ്യക്തിയുടെ ലൈഫ് ഒരു നന്മയിലേക്ക് ഒരു പുതിയ വെളിച്ചമായിട്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പുതിയ രീതിയിൽ ഒരു നന്മ, വേൾഡ്, എല്ലാ കാര്യങ്ങളും ആ വ്യക്തി നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയായിട്ട് മാറാനുള്ള സാഹചര്യവും ആ വ്യക്തിയിലേക്ക് വരുന്നുണ്ട്. അതായത് ആ വ്യക്തി എല്ലാം അനുഭവിച്ചു കഴിയുമ്പോൾ, യഥാർത്ഥ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ആ വ്യക്തിയിലേക്ക് കുറേ നന്മകളും വരാനുള്ള സാഹചര്യമുണ്ട്. എന്നിരുന്നാലും ആ വ്യക്തി, നിങ്ങളെ ദ്രോഹിച്ചു പോയ ആ വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളെ ചതിക്കുകയും വഞ്ചിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള, നിങ്ങൾക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയും മുറിവും തന്നിട്ടുള്ള ആ വ്യക്തി ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കാനായിട്ട് പോകുന്നു എന്നാണ് പറയുന്നത്. ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഈ വേൾഡ് എന്ന കാർഡിൽ നിന്നിട്ട് വരുന്ന ആ നല്ല കാര്യങ്ങൾ ആ വ്യക്തി എന്താണോ ചെയ്യുന്നത്, ആ വ്യക്തി എന്താണോ പ്രവർത്തിക്കുന്നത്, അതനുസരിച്ച് മാത്രമേ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നല്ല രീതിയിൽ എത്തപ്പെടുകയുള്ളൂ. ആ വ്യക്തിക്ക് നല്ല രീതിയിലേക്ക് എടുക്കാനായിട്ട് സാധിക്കുമെങ്കിൽ മാത്രം, മനസ്സിന് നന്മ വരുന്നെങ്കിൽ മാത്രമാണ് ആ വ്യക്തിയിലേക്ക് ഈ ഒരു ഗുണം ആ വ്യക്തിക്ക് ലഭ്യമാവുകയുള്ളൂ. എങ്കിൽ ആ വ്യക്തി ഈ തകർച്ചയിൽ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. ഇതാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. യൂണിവേഴ്സിൻ്റെ ആ ഒരു കർമ്മ, യൂണിവേഴ്സ് അയാൾക്കുള്ള ആ കർമ്മ കൊടുക്കാനായിട്ട് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അത് അയാൾ അനുഭവിക്കേണ്ട കാര്യമാണെന്ന് യൂണിവേഴ്സിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഈ കർമ്മയിലൂടെയെല്ലാം ആ വ്യക്തി ചെയ്ത കർമ്മയുടെ പരിണിത ഫലം ഇരട്ടിയായിട്ട് ആ വ്യക്തി അനുഭവിക്കാനായിട്ട് പോകുന്നു എന്നാണ് പറയുന്നത്. ഇതാണ് യൂണിവേഴ്സ് കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് ആ വ്യക്തിക്ക് കിട്ടാൻ പോകുന്നത്. നിങ്ങളെ ചതിച്ചു പോയവരും നിങ്ങളെ വേദനിപ്പിച്ച് നിങ്ങൾക്ക് ഏറ്റവും ദുഃഖം തന്ന ആ വ്യക്തി അതിനേക്കാളൊക്കെ ദുഃഖത്തിലൂടെ നിങ്ങൾ എന്തെല്ലാം അനുഭവിച്ചോ ആ ദുഃഖത്തിലൂടെ എല്ലാം കടന്ന് പോകാനായിട്ടുള്ള ഒരു സാഹചര്യമാണ് ആ വ്യക്തിക്ക് വരുന്നത്. താങ്ക് യു.